കിടക്കുന്നു. അടിപൊളി. നന്ദി ഹിൽസിലേക്കുള്ള യാത്ര. ഒരു ദിവസം നന്ദി ഹിൽസിൽ സ്റ്റേ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ട്? കൂട്ടുകാരെ, നമുക്ക് നന്ദി ഹിൽസിലേക്ക് പോകാം. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാം. ഗവൺമെന്റ് KTDCയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നാളത്തെ മഞ്ഞും നന്ദി ഹിൽസിന്റെ എന്താ പറയുക ഭംഗിയും ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. കാശ് കൊടുക്കുക, വെള്ളം കുടിക്കുക. വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ വെള്ളം കുടിക്കണ്ടല്ലോ. എത്രയാ? വിശാലമായ സീറ്റുകളൊക്കെ ഉണ്ട്. അവിടെ കുറേ കപ്പിൾസൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. ആരും ഇല്ല ഇപ്പോൾ. വേണമെങ്കിൽ പറഞ്ഞാൽ വലിക്കാം. അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നുണ്ട്. സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. ഇഡ്ഡലിയാണോ? നീലാകാശം മേലല്ലേ? കോരന്മാര് വാലും തൂക്കി. അടിപൊളി, സൂപ്പർ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അതിൽ കൂടെ ചാടുക. നല്ല രസമുണ്ടല്ലോ. മരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഇത് ഏത് മരമാണ്? വാഗമരമാണ്, ഏതോ ഒരു മരം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ കൂടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലമാണ്. ഓരോരുത്തർ കുപ്പിവെള്ളമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കുപ്പിയാണല്ലോ, ബിസ്ലറിയാണ്. പിന്നെ അവിടെ ഒരു ചെയറുണ്ട്. സംഭവം മുകളിൽ കുറേ സെറ്റപ്പ് ഉണ്ട്. ഇന്ന് തിരക്ക് ഇത്തിരി കുറവായിട്ടാണ് തോന്നുന്നത്. നാളെ രാവിലെ നല്ല തിരക്കാണായിരിക്കും. തിരക്ക് പേടിച്ചപ്പോൾ ആൾക്കാർ വരാണ്ടായിരിക്കും. റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഐ ഡി കാർഡ് തന്നു. ഐ ഡി കാർഡൊക്കെ തന്നു. ഐ ഡി കാർഡൊക്കെ കൊടുത്ത് നമ്മൾ അതൊക്കെ അവർ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ബില്ല് ടൈപ്പ് ചെയ്തിങ്ങനെ തരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗാന്ധി നിലയത്തിലേക്ക് പോകണം. ഗാന്ധി നിലയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കീ തരും. എന്താ ലൊക്കേഷനല്ലേ, കിട്ടും. സൂപ്പറല്ലേ?
കിട്ടും. നെഹ്റു നിലയമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നന്ദി ഹിൽസ് നെഹ്റു നിലയം. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറും. ഇതൊക്കെ പണ്ടത്തെ നെഹ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഭയങ്കര സെറ്റപ്പല്ലേ. ഇതാണ് നെഹ്റു നിലയത്തിൻ്റെ സ്ട്രക്ചർ. നെഹ്റു ഒപ്പീനിയൻ അബൌട്ട് ഹിസ് വിസിറ്റ് ടു നന്ദി ഹിൽസ് ഇൻ വിസിറ്റേഴ്സ് ബുക്ക്. അയാളുടെ ബുക്കൊക്കെ കണ്ടില്ലേ, ഒപ്പൊക്കെ കണ്ടില്ലേ, സെറ്റപ്പാണ്. പീരങ്കിക്ക് ഇതാണ് നെഹ്റു നിലയം. ഉള്ളിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി നോക്കാം. ഓഫീസ് സ്പെഷ്യൽ ഓഫീസ് ഒക്കെ അവർക്കാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഈ നെഹ്റു നിലയം കഴിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഗാന്ധി നിലയം എത്തും. നമ്മളവിടെ കൊണ്ട് കാറ് നിർത്തി വെച്ചു. അപ്പോഴേ ബില്ലെടുക്കേണ്ട കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ബില്ല് നമ്മളവിടെ മയൂര ഹോട്ടൽസിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കീ തരും, നമ്മുടെ റൂം തരും, അലോട്ട് ചെയ്യും, സംഭവങ്ങളൊക്കെ. റൂം നമ്പർ കിട്ടി 3. അല്ല കൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം, ഗാന്ധി നിലയം. വേ ടു റിസപ്ഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ പോകണം, സ്റ്റെപ്പ് ഇറങ്ങി പോകണം. നല്ല രസമല്ലേ സംഭവം ഒക്കെ കാണാനൊക്കെ കിടുവാണ്. ഒന്ന് വേഗം പോയേ. പബ്ലിക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. ചുമ്മാ തോന്നിയവർക്കൊന്നും വരാൻ പാടില്ല. നന്ദി ഹിൽസ് കാണാൻ വരുന്നവർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാം, ഇല്ല കാണാം. ഗാന്ധി നിലയത്തിൻ്റെ പുതിയ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. വ്യൂ പോയിൻ്റൊക്കെ കാണുമോ നോക്കാം. ഇടുമായിരിക്കുന്നു വിചാരിക്കുന്നു. ഗോഡ് ഓൺലി നോ. ശരി, അപ്പോൾ ഇതാണോ അതാണോ? ഇതാണ് ഗാന്ധി നിലയ. അപ്പം ഇതാണ് നമ്മുടെ ഗാന്ധി നിലയം. അപ്പോൾ ഗാന്ധിജീൻ്റെ അതാണ് ഗാന്ധി നിലയം. ഓക്കെ, ഗാന്ധിജീൻ്റെ സെറ്റപ്പാട്ടോ. ഇതാണ് കേട്ടോ ഗാന്ധി നിലയം. പുതിയതാണെന്നാ പറയുന്നത്. ആ പുള്ളിയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മൾ കറക്റ്റായിട്ട് റൂമൊക്കെ കാണിച്ചു. ഇതാണ് ഗാന്ധി നിലയം. അവിടെ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് വ്യൂ ഉണ്ട്. ഒന്ന് മുകളിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ നല്ല കാഴ്ച കണ്ട് റൂമിലിരിക്കാം. ഇവിടെ എന്തൊക്കെയോ കന്നഡത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കന്നഡ അറിയില്ല, കന്നഡ അറിയുന്നവർ വായിച്ചോളും. അപ്പോൾ ഇതാണ്. വെയിലടിച്ചിട്ട് കാണുന്നില്ല. ഡീലക്സ് 2 ഇങ്ങനെ പോകും. ഇവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ഇതാ ഓക്കെ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ 2 ചെയറുണ്ട്. ഞാൻ ഓൾറെഡി വന്നിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ഷെൽഫുണ്ട്. ഇതാണ് ബെഡ്. വലിയ ഗുണമൊന്നുമില്ല. TV ഉണ്ട്. സഞ്ജു, വാഷ്റൂം ഒരു നാടൻ വാഷ്റൂം പോലെയാണ്. വലിയ ഹീറ്ററുണ്ട്. പിന്നെ ഇവിടെ ചൂടില്ലാണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു ശ്രാവണ ബലഗോളൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുട്ടി മേശയുണ്ട്. ഇതേ ഇവിടെ ഒരു ചെയറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കണ്ണാടിയുണ്ട്. ഇതേ ബാൽക്കണി. ഇതാണ് താരം. നമ്മൾ ഇങ്ങനെ തുറക്കുന്നു. ഓക്കെ, ഇതാ ബാൽക്കണി. നമ്മുടെ സ്വന്തം അപ്പുറത്തെ ആൾക്കാരൊക്കെ കാണുമോ? ഇത്രയും വലിയ ബാൽക്കണിയാണ്. പക്ഷെ ഒരു പ്രൈവസി ഇല്ലാത്ത ബാൽക്കണി ആയി പോയല്ലോ. പക്ഷെ എന്താ ഇത് കാഴ്ച കാണാം, ഒരു രക്ഷയില്ല. എന്തിനാ വ്യൂ പോയിന്റ്? തന്നെയല്ലേ വ്യൂ പോയിന്റ്. കൊള്ളാലോ, അടിപൊളി. ഇതാണ് ഇപ്പോൾ വ്യൂ പോയിന്റ്. ബാംഗ്ലൂർ മുഴുവൻ കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ 2 ചെയറൊക്കെ ഉണ്ട്. അതിൽ നിറയെ പൊടിയുമുണ്ട്. ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഇങ്ങനെ ഗാർഡനാണ്. നല്ല രസമുള്ള സോഫയൊക്കെ ഉണ്ട്. പക്ഷെ പൊടിയുണ്ട് അതിൽ, കുഴപ്പമില്ല. നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെയോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പാടല്ലേ, മലയല്ലേ. അവിടെ കപ്പിൾസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. സംഭവം മഞ്ഞൊക്കെ തുടങ്ങാനുള്ള സമയമാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 4 മണി. 5 മണിയാകുമ്പോഴത്തേക്കൊക്കെ മഞ്ഞാവും. ഞങ്ങളൊരു ചായയും പരിപ്പ് വട അല്ലെങ്കിൽ ഉള്ളുവട കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കാണ്. കാണാം കേട്ടോ. ഇത് അടുത്ത റൂം. അവിടെ 2 റൂം, ഇവിടെ 2 റൂം. പിന്നെ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിലും ഉണ്ട് റൂമുകൾ. മുകളിലാണെങ്കിൽ നല്ല കാഴ്ചയായിരിക്കും. നമ്മൾ മുകളിൽ പോയില്ല, പിന്നെ പോവാം. അപ്പോൾ നമുക്ക് ഗാർഡനിൽ പോകാം. അടിപൊളി ചെടികൾ കണ്ടോ, സൂപ്പറല്ലേ. സൂപ്പർ ചെടികൾ. ഇതൊക്കെയാണ് ഗാന്ധി നിലയം. അതിൽ ഫസ്റ്റ് ഫ്ലോർ വേണമെന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ കാഴ്ചകൾ കാണാം. ഗാർഡനിൽ കൂടെ ഇങ്ങനെ പുറത്ത് വരണത്. അവിടെയാണ് അതിൻ്റെ വ്യൂ പോയിൻ്റ്. സംഭവങ്ങൾ ക്യാമറയിലൂടെ കാണുന്നില്ല എന്ന് തോന്നുന്നു. മഞ്ഞൊക്കെ ഇറങ്ങി വന്നേ. താഴെ വീണേ.
ഞാനും വീണേ മഞ്ഞും വീണേ ഞാനും വീണേ. അടിപൊളി മരമല്ലേ, സൂപ്പർ മരം. ഇതാണ് ഗാന്ധി നിലയത്തിൻ്റെ, കണ്ടോ ഗാന്ധി നിലയോ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അടിപൊളി. അത് കഴിഞ്ഞ് ഇതാ ഈ സ്റ്റെപ്പൊക്കെ കയറിയാണ് നമ്മൾ. ഇതാ ഗാന്ധിജിനെ വടിയും പിടിച്ച് കണ്ണാടിയൊക്കെ ഇട്ട് കയ്യിൽ ഒരു ബുക്കൊക്കെ പിടിച്ച് സെറ്റപ്പായി നിൽക്കുന്നുണ്ട്. ഇതാണ് ഗാന്ധിജിയുടെ ഇവിടുത്തെ നിലയം. സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. അവിടെ കപ്പിൾസ് കൈയൊക്കെ പിടിച്ച് പോകുന്നു. പല ഫോട്ടോ സെക്ഷൻസും നടക്കുന്നത്. സൂര്യരശ്മികൾ ഇങ്ങനെ അയ്യോ കണ്ണിൽ കുത്തുന്ന പോലെ സൂര്യരശ്മികൾ. നീ പറഞ്ഞ സൂര്യരശ്മികൾ ഇങ്ങനെ അടിച്ച്. ഇതാണ് നമ്മളുടെ പാർക്കിങ്, ഗാന്ധി നിലയം. നമ്മൾ പോകുന്നു. കുറേ പേര് ഇവർക്ക് കിട്ടില്ല, ഇതിൽ കിട്ടില്ല. ഇതിലൊന്നും കാണും കൂടിയില്ല. ടൊയോട്ടോ കാറിന് മുകളിലുള്ള കുരങ്ങിൻ്റെ കളി അടിപൊളി. എൻ്റെ ഫോണടി. മയൂരിൻ്റെ ഒറിജിനൽ മയൂര റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ 4 മണിക്കൊരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ കരുത്ത് വന്നതാണ്. ഇവിടെയാണ് എപ്പോഴും തിരക്കുള്ള സ്ഥലം. ഇന്നിപ്പോൾ സാറ്റർഡേ ഈവനിങ് വലിയ തിരക്കുള്ളതായി തോന്നുന്നില്ലെങ്കിലും ഇതാ വ്യൂ പോയിന്റിൽ കുറേ ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് മയൂര പൈൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്. സംഭവം മയൂര പൈൻ ടോപ്പിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുള്ള് കാഴ്ചയാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ താഴെയുള്ള കാഴ്ച കണ്ടിട്ട് ജനലോകത്തിൽ കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കാം. നമ്മൾ KSDCയിൽ ബിയറൊക്കെ കിട്ടും കേട്ടോ. കിങ്ഫിഷർ സ്ട്രോങ് ആണ്. പ്രണയം ദുഃഖമാണ് ഉണ്ണി, വായ്നോട്ടമല്ലോ സുഖപ്രദം. പ്രേമിച്ച് നിൽക്കുന്ന എല്ലാ പ്രണയിതാക്കളും ഇവിടെയുണ്ട്. പ്രേമം ദുഃഖമാണ് ഉണ്ണി, വായ്നോട്ടമല്ലോ സുഖപ്രദം. ഉണ്ടോ എന്താ എൻ്റെ പൊന്നു മുള്ള് കൊണ്ട് 50 രൂപ കൊടുത്ത് പോപ്കോൺ വാങ്ങി. ഉപ്പ് സാൾട്ട് പോപ്കോൺ 3 2 മക്കളെ. അതെ 5:30 കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മുടെ നന്ദി ഹിൽസിൻ്റെ കേട്ടോ. ഇരുട്ടായി. മകനെ നീയൊക്കെ വിചാരിക്കും ഒന്ന് മക്കളെ. നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല. കണ്ടോ
ദിസ് ഈസ് നൈറ്റ് വ്യൂ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നു. അടിപൊളി. आराम से आ गया അങ്ങനെ ഒരുപാട് നാളത്തെ ശേഷത്തിൽ നമ്മൾ സൂര്യോദയം കണ്ടു. നന്ദി ഹിൽസിലെ സൂര്യോദയം. മഞ്ഞിൻ്റെ മുകളിൽ നിന്നിങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാഴ്ച അതിമനോഹരമായിരുന്നു. അവിടെ എല്ലാവരും പിള്ളേരെല്ലാം ഊതി ബഹളം വെച്ച് വാവ് സൂര്യനെ വെൽക്കം ചെയ്യുന്ന പോലെയായിരുന്നു. മൊത്തം സൂര്യൻ പൊങ്ങി വന്നു സെക്കൻഡുകൾക്കുള്ളിൽ. എന്നിട്ടിങ്ങനെ നടക്കാം പല വീതികളിലൂടെ. ഇത് നെഹ്റു നിലയാണെന്ന് തോന്നുന്നു. ഇതിലേ പോയിട്ട് അപ്പുറത്തേക്ക് കൂടെ പോയാൽ നമ്മുടെ ഗാന്ധി നിലയിൽ എത്തുകയായിരിക്കും. ജസ്റ്റ് നോക്കാം എന്താണ്. നാട്ടിലെല്ലാവിടെയും ചെയർ വെച്ചിട്ടുണ്ട്, എവിടെ വേണമെങ്കിലും ഇരിക്കാം. സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ ക്ലീനാക്കുന്ന കണ്ടു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു വഴി, ഈ വഴി. അവിടെ സൂര്യരശ്മികളൊക്കെ അടിച്ചു തുടങ്ങി. ഇതാണപ്പോൾ നെഹ്റു നിലയം എന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കയറി വന്നിട്ടില്ല. ഒന്ന് നോക്കിയേക്കാം. ഇത് മയൂര പൈൻ ടോപ്പിൻ്റെ ഒരു പോർഷനാണ്. നമുക്ക് ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് അപ്പോൾ മറ്റേ മയിലിൻ്റെ രൂപത്തിലാണ് സംഭവങ്ങളൊക്കെ. മരം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു മയിലിരിപ്പുണ്ട്, അതിൽ കുറച്ച് ചെടികളുണ്ട്. കണ്ടിട്ട് ചീരാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ പീരങ്കിയുടെ സിമ്പിൾ. ഇതാണ് മയൂര പൈൻ ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. പണ്ട് ഫ്രണ്ടായിരിക്കും.
വീണ്ടും മയിൽ, എല്ലാം മയില. എന്തൊക്കെയോ കണ്ണാടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചെടികളിൽ തുടരുത് എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ വല്ലതൊക്കെ ആവും. അങ്ങനെ അപ്പോൾ ഇത് നെഹ്റു ആണെങ്കിൽ ഗാന്ധി നിലയത്തിൽ പോകുന്ന വഴി ഏതാണോ, ഇതാണോ അറിയില്ല. അപ്പോൾ ഇതാണ് നെഹ്റു നിലയം. നമ്മുടെ ഗാന്ധി നിലയം താഴെ. ഇവിടെ കുറേ മയിലുകളൊക്കെ കേടുവരുന്ന ഒന്ന് കിടക്കുന്നുണ്ട്. ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ തുണി ഉണക്കാനായിട്ട്. ഇവിടെ ഹോട്ടൽ വർക്കേഴ്സ് ആയിരിക്കും. അവിടെ നെഹ്റു ഉണ്ട് കേട്ടോ. ഒരു ഫോട്ടോ എടുത്തേക്കാം. സ്വർണ്ണ കളറിലുള്ള മയിലൊക്കെ ഉണ്ട്, വെള്ള മയിൽ, സ്വർണ്ണക്കയിലുള്ള. ഈസി ടു ഡിസ്ട്രോയിഡ്, ഹാർഡ് ടു ഗ്രോ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇതാണ് നെഹ്റു. വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, വെള്ളം ചാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ചാടിയിട്ടുണ്ടാവുമായിരിക്കും നെഹ്റുജി. ഇതാണ് സംഭവം. അമ്മ ഗാന്ധി നിലയം. ഇതാണ് നെഹ്റു. ഈ ചെടികളിനെയൊക്കെ മയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ കുറേ സീറ്റൊക്കെ ഉണ്ട്, കാട് പോലെ ഇരിക്കാനൊക്കെ സെറ്റപ്പ്. മയിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗാന്ധി നിലയത്തിലേക്ക് പോകാം, കാടുകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ. അപ്പോൾ മഞ്ഞുള്ള ഒരു പ്രഭാതം. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ മഞ്ഞ് മൂടിയിട്ടൊന്നും കാണാൻ പറ്റില്ല. മഞ്ഞൊക്കെ താഴെയാണ്. മഞ്ഞ് താഴെ പോയിട്ട് മഞ്ഞിൻ്റെ മേലെ കൂടിയാണ് സൂര്യൻ വന്നത്. സംഭവം പൊളിയാ. കുറേ അടിപൊളി മരങ്ങളുണ്ട്. പൈൻ മരങ്ങളൊന്നും അല്ല, ഇതെന്ത് മരങ്ങളാ അറിയില്ല. ഇതാ നമ്മുടെ ഗാന്ധി നിലയത്തിലേക്ക് പോകുന്ന വഴി. സംഭവം കൊള്ളാമല്ലേ. അപ്പം ഇത് കാക്കച്ചമ്പരത്തി ഇതിലേക്ക് വന്നാൽ ഇതാണ് അവസ്ഥ. ഇത് ഗാന്ധി നഗറിൻ്റെ ഒരു സൈഡിൻ്റെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേതാ ബ്ലോക്കെന്ന് അറിയില്ല. ആ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കാഴ്ച. സൂര്യൻ ഇവിടെ അങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇവിടെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഇരുന്ന് കാണാൻ. മഞ്ഞുവെള്ളം താഴെ മുഴുവൻ മഞ്ഞുവെള്ളമാണ്. രസമുണ്ട്. സൂര്യനെ ഇതാ കാണാം, കണ്ണിൽ കുത്തുന്നു, കാണാൻ വയ്യ. ഈ താഴെ ഫുള്ള് മഞ്ഞാണ്, ഇവിടെ ഫുള്ളും മഞ്ഞാണ്. മഞ്ഞിൻ്റെ മേലെ കൂടിയാണ് സൂര്യൻ വന്നത്, പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതാണ് കാഴ്ച. ഇതാണ് ശരിക്കും ഗാന്ധി നിലയത്തിൻ്റെ ലൊക്കേഷൻ. പക്ഷെ നമ്മുടെ റൂം കൊള്ളില്ല. റിവറിൻ്റെ വ്യൂ പോയിൻ്റ് കാണില്ല, മഞ്ഞ് കാരണം. ആണെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ മയൂര റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗാന്ധി നിലയം എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ കുറേ 2-3 ഇതുണ്ട്, പേരുണ്ട്. അപ്പോൾ ആ പേരിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിർത്താൻ നോക്കി. സംഭവം മയൂരിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കീ വാങ്ങിയിട്ട് തരണം, അതാണിപ്പോൾ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നമ്മുടെ ഗാന്ധി നിലയത്തിൽ കാർ നിർത്തിയിട്ട് നമ്മൾ കീ വാങ്ങാനായിട്ട് മയൂരിക്ക് പോവുകയാണ്. അത് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിങ്ങളുടെ കാർ ഓടിച്ചിട്ട് വന്ന്. സംഭവം ഇതാണ് നന്ദി ഹിൽസിൻ്റെ ടോപ്പിലെ എന്താ പറയുക, ഹോട്ടലിലേക്ക് പോകുന്ന വഴിയും കാഴ്ച കാണാനുള്ള വഴിയും. നമ്മൾ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെയൊക്കെ നടക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇരിക്കാം, പഞ്ചായത്ത് അടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇതിലേക്ക് പോകണം. ഇതാണ് നെഹ്റു നിലയം. ഇതാണ് നന്ദി ഹിൽസിൻ്റെ സ്ട്രക്ചർ. നമുക്കൊന്ന് വിശദമായി നോക്കാം. മഞ്ഞുണ്ട്, വെയിലുണ്ട്, ഉച്ച വെയിലാണ്, 2 മണിയായി. കണ്ടോളൂ നന്ദി ഹിൽസിൻ്റെ സ്ട്രക്ചർ. KTDCൻ്റെ സീറ്റാണ് ഇതൊക്കെ. ഇത് മൊത്തം മയൂര എന്ന് പറയുന്നത് KTDCൻ്റെ സംഭവങ്ങളാണ്. ഇതാണ് വ്യൂ പോയിൻ്റ്. ഉച്ച വെയിലത്ത് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമുണ്ടല്ലോ. മഞ്ഞ് മൂടിയ മധ്യാഹ്നം. നാളെ രാവിലെ നോക്കുമ്പോൾ സ്നോ ഇങ്ങനെ പടർന്ന് നിൽക്കണ്ടാവും.
അങ്ങനെ നന്ദി ഹിൽസിൻ്റെ മുകളിൽ നടക്കുക. വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പാണ്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. അപ്പോൾ അതിയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ട്രിപ്പൊക്കെ വന്നിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കുരങ്ങച്ചാരി ഇവിടെ ഉണ്ട്. ഇതാണ് നന്ദി ഹിൽസിൻ്റെ ഫോർട്ട്. നന്ദി ഹിൽസ് പക്ഷികൾ, കോട്ടേജ് ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്ത് പോയിട്ടാണ് കീവ. അവിടെ ബാഗും കൊണ്ട് അടിയൊക്കെയാണ് മൂപ്പര്. നന്ദി ഹിൽസ് പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. ഓൾസോ സ്റ്റെപ്പ് അതെ. വ്യൂ പോയിൻ്റ് അവിടെയാണ് ശരിക്കുള്ള വ്യൂ പോയിൻ്റ്. ഇതാണ് മയൂര പിൻ ടോപ്പിൻ്റെ ഹോട്ടൽ. നമ്മുടെ റിസപ്ഷൻ അവിടെയാണ്. അവിടെ പോയിട്ട് കീ വാങ്ങണം. നമ്മൾ ഗാന്ധി നിലയത്തിലൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. SMS ഒക്കെ അയക്കും, മെയിലൊക്കെ അയക്കും സംഭവങ്ങൾ. ഇതാണ് വ്യൂ പോയിൻ്റ്. ഇതിലെങ്ങനെ നടന്ന് അതിലേക്ക് കൂടെ കയറി ഇറങ്ങി പോകണം. ഇപ്പോൾ നല്ല വെയിലാണ്. നന്ദിയൊക്കെ ഉണ്ട് അവിടെ. നന്ദി ടെമ്പിളുണ്ട്. ഇതാണ് റിസപ്ഷൻ. ഇവിടെ പോയി കീ വാങ്ങണം. നോ സ്മോക്കിങ് ഏരിയ. ആള് കാലി കേട്ടോ, ആരുമില്ല. ചോറിനാൻ പോയിരിക്കുന്നത് ഹോട്ടൽ മയൂര നന്ദി. ഇതൊക്കെയാണ് ശനി ഞായറിലെ വിലയാണ്. ഇത് വീക്ക് ഡേയ്സിൽ റേറ്റ് മാറും. നോക്കിക്കോളും. KSTCൻ്റെ സിമ്പിളുണ്ടോ? കോഴിയാണോ? ഓക്കെ, ഇതാണ് കർണാടകയുടെ മാപ്പ്. ടൂറിസം നമ്മൾ വ്യൂ പോയിന്റിൽ അതിനിടയ്ക്ക് ഒന്ന് പോയി നോക്കാം. മട്ട വെയിലത്തെ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ടാവും. കണ്ണാടിയൊക്കെ കാറിലാണ്. ഇതാണ് മയൂര പിൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്. ഇതിൽ നല്ല തിരക്കുണ്ടാവും മറ്റേ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ തത്സമയം ഇപ്പോൾ അവിടെ അവരാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ തിരക്ക് കൂടുതലാണെങ്കിൽ ഇവിടെയും ആക്കും. ഇതൊക്കെയാണ്. അപ്പോൾ വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ അപ്പുറത്തേക്ക് കൂടെ പോകണം. ഇതിൽ പോകാൻ പറ്റുമോ? ഇല്ല. അവിടെയൊക്കെ ഇങ്ങനെ 5 മണിയാകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിൽ പോകാം. കെട്ടി വച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാനായിട്ട് കെട്ടി വച്ചിരിക്കുന്ന സംഭവം ഭയങ്കര ചെടിയൊക്കെ വെട്ടി കുതിരൻ്റെ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. സെറ്റപ്പാണല്ലോ. കുറേ പട്ടികളുണ്ട് ഇഷ്ടം പോലെ. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വട്ടത്തിൽ പോകണം. ഇവിടെ മറ്റേ കുരങ്ങൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ സ്ഥലമാണല്ലോ, നമ്മളവർ അടിച്ചു മാറ്റമല്ലേ. ഇതാണ് കാഴ്ച. ഇതാണ് നന്ദി ഹിൽസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ബംഗളൂരു കാഴ്ച. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ജനങ്ങളുടെ വെളിയിൽ കൂടെ നോക്കണം. ഇതാണ് ഈ ഭാഗത്തെ കാഴ്ചകൾ. അങ്ങനെ ഹിൽസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം ഇതാണ് ശരിക്കുള്ള വ്യൂ പോയിൻ്റ്. കണ്ടോളൂ. ഇവിടെ ആകാശ കാഴ്ച കാണാം, താഴെയുള്ള കാഴ്ച കാണാം. ഇതാണ് ഇവിടെ നേരം. വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പം വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ഇപ്പം നല്ല മട്ട വരിക. നമുക്ക് വൈകിട്ട് വന്നിട്ട് ഒരു കാഴ്ചയും കൂടെ കാണാം. നന്ദിയുടെ പഴയ ടെമ്പിളൊക്കെ ഉണ്ട്. നമുക്ക് അത് വിശാലമായി കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അപ്പം നല്ല വെയിലാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട് ഹോട്ടൽ മയൂര പൈൻ ടോപ്പ്. ഇങ്ങനെ പോകണം എന്നാണ് പറയുന്നത്. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മേലെ കൂടെ പോകാം. KTDCൻ്റെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഹോട്ടലാണ്. നല്ല കൊള്ളയടിയാണ്. എന്നാലും എങ്ങനെയുണ്ടെന്ന് നമുക്ക് പിന്നെ നോക്കാം. അത്ര വലുതായിട്ടൊന്നും